നമസ്കാരം. ഇന്ത്യയിലെ ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ കഥ പറയാനുണ്ടാവും. കാരണം അത്ര കണ്ട് സമ്പന്നമാണ് ഭാരതത്തിന്റെ പൈതൃകം. കാലത്തെ വെല്ലുവിളിച്ച് നൂറ്റാണ്ടുകളായി നിലകൊള്ളുന്ന ധാരാളം ക്ഷേത്രങ്ങൾ ഇന്ത്യയിലുണ്ട്. ഗുജറാത്തിലെ ജുലാസൻ എന്നറിയപ്പെടുന്ന ഒരു ചെറിയ ഗ്രാമം അതിൻ്റെ വിചിത്രമായ സവിശേഷതയ്ക്ക് പേരുകേട്ടതാണ്. ഇവിടെയുള്ള ഒരു ക്ഷേത്രത്തിൽ ഒരു മുസ്ലിം സ്ത്രീയെ ആരാധിക്കുന്നുവെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, സത്യമാണ്. ഇന്ത്യയിലെ ഈ സവിശേഷമായ ക്ഷേത്രത്തിൽ ഒരു മുസ്ലിം സ്ത്രീയെയാണ് ആരാധിക്കുന്നത്. ഈ ക്ഷേത്രത്തിന് ഏകദേശം 800 വർഷം പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നു. എന്നാൽ അതിശയിപ്പിക്കുന്ന കാര്യം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഒരു വിവരവും ഒരു ഹിന്ദു മതഗ്രന്ഥങ്ങളിലും കാണുന്നില്ല എന്നതാണ്. ഈ ക്ഷേത്രത്തിൽ ദേവിയുടെ രൂപത്തിലുള്ള മുസ്ലിം സ്ത്രീ തൻ്റെ ഭക്തരുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. മാനവിക ഐക്യത്തിൻ്റെ പ്രതീകമാണ് ഈ ക്ഷേത്രം. ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ സവിശേഷമായ ഉദാഹരണമാണ് ഈ ഡോല മാതാ ക്ഷേത്രം. ഹിന്ദുമതത്തിലുള്ളവർ മാത്രമല്ല, മുസ്ലിം മതക്കാരും ഈ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നതായി പറയപ്പെടുന്നു. പ്രദേശവാസികൾ പറയുന്നതനുസരിച്ച് ഡോല മാത ഗ്രാമത്തെ മുഴുവൻ സംരക്ഷിക്കുകയും തൻ്റെ ഭക്തരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുന്ന ദേവിയാണ്. ഡോല മാത ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജുലാസൻ ഗ്രാമത്തിൽ ഒരു മുസ്ലിം കുടുംബം പോലുമില്ല എന്നതാണ് അതിശയിപ്പിക്കുന്ന കാര്യം. ഞായർ, വ്യാഴം ദിവസങ്ങളിൽ സമീപ ഗ്രാമങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങൾ ഇവിടെ എത്തുകയും ഡോലാദേവിക്ക് മുന്നിൽ തലകുനിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ക്ഷേത്രത്തിൽ ഒരു വിഗ്രഹവുമില്ല. വർണ്ണാഭമായ തുണി കൊണ്ട് പൊതിഞ്ഞ ഒരു കല്ല് മാത്രമേ ഇവിടെയുള്ളൂ. അതുകൊണ്ട് മൂടിയിരിക്കുന്നതിനാൽ ആളുകൾ ഈ കല്ലിനെ ഡോല മാതായായി കണക്കാക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട്. കോടിക്കണക്കിന് രൂപയാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിന് ചെലവഴിച്ചത് എന്ന് ശ്രദ്ധേയമാണ്. വളരെ ഗംഭീരമായ മനോഹരവുമാണ് ഈ ക്ഷേത്രം. ഏകദേശം 800 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗ്രാമം ചിലർ ആക്രമിച്ചതായി പ്രദേശവാസികൾ പറയുന്നു. അക്കാലത്ത് ഡോല എന്ന മുസ്ലിം സ്ത്രീ അക്രമകാരികളെ സധൈര്യം നേരിടുകയും ഗ്രാമത്തെ മുഴുവൻ സംരക്ഷിക്കുകയും ചെയ്തു. ആ പോരാട്ടത്തിൽ അവർ നാടിനു വേണ്ടി സ്വയം രക്തസാക്ഷിയായി. ഡോലയുടെ മരണശേഷം അവളുടെ ശരീരം ഒരു പുഷ്പമായി രൂപാന്തരപ്പെട്ടുവെന്ന് ഗ്രാമവാസികൾ പറയുന്നു. ഡോല അന്ത്യശ്വാസം വലിച്ച അതേ സ്ഥലത്ത് അവളുടെ ബഹുമാനാർത്ഥം ഗ്രാമവാസികൾ ഈ ക്ഷേത്രം പണിതു. അന്നു മുതൽ ഇന്ന് വരെ ഡോല മാതാവിനെ ഒരു ദിവ്യശക്തിയായി കണക്കാക്കിയാണ് ഇവിടെയുള്ളവർ ആരാധിക്കുന്നത്. രസകരമായ കാര്യം എന്തെന്നാൽ വിദേശത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ ആഗ്രഹങ്ങളുമായി ദേവിയുടെ അടുക്കൽ എത്തുകയും ദേവി അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുകയും ചെയ്യുന്നു എന്നതാണ്. 8000 പേരുള്ള ഈ ഗ്രാമത്തിൽ 2500 പേരും വിദേശത്താണ് താമസിക്കുന്നത്. ഇന്ത്യൻ വംശജരായ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസ് ഈ ഗ്രാമത്തിൽ നിന്നുള്ള വ്യക്തിയാണ്. എല്ലാ ദിവസവും ഇവിടെ ഡോല മാതാവിനെ ആരാധിക്കാറുണ്ടെങ്കിലും നവരാത്രി ദിവസങ്ങളിൽ ഇവിടുത്തെ പ്രൗഢി കാണേണ്ടതാണ്.